എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേക്കുന്നു. അത്രമേൽ ഇഷ്ടമായെന്നുണ്ട് നിന്നെ വീണ്ടും തേക്കും ഞാൻ. ദൂരത്തെ പോയാലും അരികത്തെ നിന്നാലും തേക്കും ഞാൻ, വട്ടത്തിൽ തേക്കും ഞാൻ. എങ്ങനെ പോയാലും തേക്കുന്നാണോട്ടാ പറയണത്. ജന്മങ്ങളൊക്കെ തേടി തേടി എന്നിട്ട് തേക്കും. അവരുടെ കാര്യമില്ല, തേക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചവർ എപ്പോഴായാലും നമ്മളെ തേച്ചിരിക്കും. മാറ്റർ ഓഫ് ടൈം. ഹലോ പാക്കേജ് പൗച്ച. കാക്കയൊക്കെ എങ്ങനാ വെയിലുണ്ടാ കറുത്തു വരും പാവം. കാക്കയുടെ കയ്യിൽ പൈസ കൊണ്ടായിരുന്നെങ്കിൽ കാക്കയ്ക്ക് ബ്യൂട്ടി പ്രോഡക്ട്സ് വിറ്റ് ചെയ്യാൻ നല്ല ലാഭം ഉണ്ടാകായിരുന്നു അല്ലേ? ശരിയാണ്, കാക്ക അത്രയും കറുത്താകണ്ടേ. ഒരു ചെറിയൊരു ബ്യൂട്ടി കൺസേണിനെ പറ്റി ഒരു ചെറിയൊരു ക്ലാസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഒന്ന് വശീകരിച്ചെടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടി പ്രോഡക്ട്സ് നന്നായിട്ട് വിൽക്കാൻ പറ്റും. കൊക്കിനെ പോലെ നിങ്ങളും കൊക്കിനെ പോലെ ഇരിക്കാനുള്ളത്. നിങ്ങൾ വെയിൽ കൊണ്ട് കറുത്തു പോയതാണ്. നിങ്ങളെ സ്കിന്നൊന്നും സൂക്ഷിക്കാത്ത, സ്കിൻ കെയർ റൊട്ടീനൊന്നും ഫോളോ അപ്പ് ചെയ്യാത്ത കൊണ്ടാണ് നിങ്ങളിങ്ങനെ കറുത്തു പോയെന്ന് അവർ പറഞ്ഞ് ഈഗോ ഒളിപ്പിച്ച് കഴിഞ്ഞാൽ ഞാനെന്തൊരു പെങ്കാക്കിനെ പിടിച്ചാൽ ടെമ്പിളറാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈഗോ ഇറക്കട്ടോ. അത് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ നമ്മളെ വശീകരിച്ചെടുക്കാം. എന്നിട്ട് കാക്കയ്ക്ക് വേണ്ട കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ടാക്കണം. സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, നിയാസിനമേഡ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ സിറമും കാര്യങ്ങളും എല്ലാം കാക്കയ്ക്ക് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യണം. എന്നിട്ട് കാക്കകൾക്കിടയിൽ നമുക്കൊരു ബിസിനസ് പദ്ധതി. അവൻ സെറ്റാക്കിയല്ലേ അത്. പക്ഷെ കാക്കേനെ ആര് പറഞ്ഞ് മനസ്സിലാക്കും? എനിക്ക് അവരുടെ ഭാഷ മനസ്സിലാവൂല. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും ഭാഷ എനിക്കില്ല. ഇങ്ങനെയുള്ള ആൾക്കാരും എന്നെ സമീപിക്കാൻ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാക്കകൾക്ക് വേണ്ടി ഒരു ബ്യൂട്ടി പ്രോഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ. അയ്യോ എത്ര കോൺഫിഡൻസോടെയാണല്ലേ പറയണ വന്നവരങ്ങള്. അതിന്റെ രസമല്ലേ? ആരും ചിന്തിക്കാത്ത വഴികളെ ചിന്തിക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും നമ്മൾ വട്ടൻ പ്രാന്തനെന്നൊക്കെ വിളിക്കും. പക്ഷെ നമ്മൾ വ്യത്യസ്തനാണ്. ബാക്കിയുള്ളവരെല്ലാം നോർമൽ ആണെങ്കിൽ നമ്മൾ വ്യത്യസ്തനാണ് അതിൽ നിന്നും. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്നതാണ് നോർമൽ. ഒരാളത് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അബ്നോർമലാണ്. ഈ ഭൂമിയിലുള്ള 99% പേരക്കും വട്ടായിരുന്നെങ്കിൽ 1% ആൾക്കാർ മാത്രം നോർമലായിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വട്ടായിട്ടിരിക്കുന്ന 99% ആൾക്കാരായിരിക്കും നോർമൽ. കാരണം അവരാണ് മെജോറിറ്റി അല്ലേ? ബാക്കിയുള്ള 1% നമ്മൾ വട്ടെന്ന് ചിന്തിക്കുന്നത്. അവൻ നോർമലായിട്ടിരിക്കണ്ടേ, അവന് വട്ടാണ് എന്നുള്ള രീതിക്ക് നമ്മൾ സംസാരിക്കും. മനസ്സിലായ? 99% ആൾക്കാർക്കും വട്ടുണ്ടായിരുന്നെങ്കിൽ മൊത്തമുള്ള ആൾക്കാർ നോർമലായിട്ടിരിക്കുന്ന ആൾക്കാർ വട്ടന്മാരുമായി. മനസ്സിലായില്ലേ? മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നത്. അത് പറഞ്ഞ് ഇനിയും മനസ്സിലാക്കിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു പ്രാവശ്യം വരെ ഉള്ളു.